ഒരു ഐറ്റം എൻ്റെ പിൻട്രസ്റ്റിൻ്റെ ഫീൽഡിൽ ഇങ്ങനെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പം ഞാൻ കരുതി എങ്കിൽ പിന്നെ അതൊന്ന് ഉണ്ടാക്കി നോക്കിയേക്കാമെന്ന്. ഇതൊരു 2-3 ഞാനിങ്ങനെ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണമാണിത്. ബാക്കിയുള്ള ദിവസങ്ങളിലായിട്ട് ബാക്കിയുള്ളത് കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇത് ഒരു ടോയ് ആയിട്ട് ഉപയോഗിക്കാം, വാൾ ഡെക്കോറായിട്ട് ഉപയോഗിക്കാം. എനിക്കെന്തായാലും ഇഷ്ടമായി. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ കൊള്ളാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളർ പേപ്പർ വേണം. ഞാൻ ഇവിടെ 5-6 എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഒരെണ്ണം എടുത്തതിന് ശേഷം അതിനെ നമ്മൾ ഈ മടക്കി സ്ക്വയർ ആക്കില്ലേ, അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനെ നമ്മളിതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഈക്വലി മടക്കുക. ഈ മടക്കിയ പാർട്ടിനെ ഇതുപോലെ വീണ്ടും ഒന്നും കൂടി ഈക്വലി മടക്കുക. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമ്മൾ ആ മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു അളവില്ലേ, ആ അളവിന് നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഒരു കട്ട് ചെയ്യലും അതുപോലെ തന്നെ ഒട്ടിക്കലുമാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത ഒരു പാർട്ടിനെ എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. വീണ്ടും വീണ്ടും മടക്കുക. അതായത് 1, 2, 3 മടക്ക് അതിന് വരണം. 3 മടക്കില്ല, 2 മടക്ക് അതിൽ വരണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതിനെയും കൂടെ ചെയ്തെടുക്കാം. ഈ ഒരു മടക്കലും കീറലും ഒക്കെ കഴിഞ്ഞാൽ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടമാവും. നിങ്ങൾ ആദ്യം കണ്ട പോലെ തന്നെ അടിപൊളിയായിട്ട് നമുക്കതിനെ ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പശ കൊണ്ടുള്ള പരിപാടിയാണ്. ആദ്യം നോക്കിക്കോ, ആദ്യം മുകളിൽ നിന്നും തറയിൽ നിന്ന് ഒട്ടിച്ചതിന് ശേഷം നടുക്കൂടുള്ള വരയിൽ നിന്ന് കണ്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി രണ്ടാമത്തെ പേപ്പർ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇതുവരെ നമ്മളെങ്ങനെ പശ ഒട്ടിച്ചത്, മുകള്, നടുക്ക്, തറയിൽ, അങ്ങനെയല്ലേ. ഇനി നമ്മൾ ആ ഒട്ടിക്കാത്ത ഭാഗത്താണ് നമ്മൾ ഇവിടെ പശ ഒട്ടിക്കുന്നത്. വീണ്ടും ഇനി മുകളിൽ നിന്ന്, നടുക്കൂന്ന്, തറയിൽ നിന്ന്, വീണ്ടും ആ നടുക്ക് 2 ഭാഗത്തു നിന്ന്, അങ്ങനെയാണ്. ഒരു 3-2-3-2 ആ ഒരു ഓർഡറിലാണ് നമ്മൾ പേപ്പേഴ്സിനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ പേപ്പേഴ്സിനെയും സെറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഒരു 85% നമ്മളുടെ പണി കഴിഞ്ഞു. ഇതാണ് കുറച്ച് പാട്, എന്നാലും പക്ഷേ രസമാണ്, നമുക്ക് ഔട്ട്പുട്ട് ഇഷ്ടമാണല്ലോ. അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് ഉണക്ക് 2 സ്റ്റിക്കും കൂടി വേണം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതിനെ നമുക്കെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ആ 3-2 സ്റ്റെപ്പിലല്ലേ ചെയ്തത്, ആ 2 സ്റ്റെപ്പിലാണ് ഇതിനെല്ലാം ജോയിൻ ചെയ്യേണ്ടത്. ഇത് ഉണക്ക് എല്ലാത്തിൻ്റെയും മുകളിലായിട്ട് ആ ഒരു 2ാമത്തെ മടക്കിനകത്താണ് പശ തൂക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ പേപ്പേഴ്സും ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സ്റ്റിക്ക് കൂടി അപ്പുറം ഇപ്പുറം കൂടെ ഒട്ടിച്ച് കൊടുത്താൽ നമ്മളുടെ ആ ഒരു ടോയ് ആണെങ്കിലോ വാൾ ഡെക്കോർ ആണെങ്കിലോ എന്താണെങ്കിലും നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം ഈ സംഭവം എങ്ങനെ ഉണ്ടെന്നും ഇഷ്ടമായോന്നോ എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ജസ്റ്റ് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.